ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 34 പ്രഭാതത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്ത, ദൈവത്തെ ഒരിക്കലും കബളിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല എന്ന ഒരു തിരിച്ചറിവും ബോധ്യവും നമ്മളിൽ സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. സങ്കീർത്തനം 139 ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്ത. 1 മുതലുള്ള ഏതാനും ചില വേദഭാഗം നമുക്ക് ചേർന്ന് ബൈബിൾ എടുത്ത് വായിക്കാം. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ, അത് അവിടുന്ന് അറിയുന്നു. മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. ദൈവമക്കളെ, ഈ വേദഭാഗം ഈ 139 സങ്കീർത്തനം മൊത്തം വായിക്കുമ്പോൾ നമ്മളെ തെറ്റി നമുക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവാണത്. നമ്മൾ പുറമേ കാണിക്കുന്ന കപടമാകുന്ന വിശ്വാസവും കപടമാകുന്ന ഭക്തിയും വലിച്ചു കീറി നമ്മളുടെ യാഥാർത്ഥ്യങ്ങളെ ദൈവം നമുക്ക് നിരത്തി വയ്ക്കുകയാണ്. കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും ഓടി രക്ഷപ്പെടാനോ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മറച്ചു വയ്ക്കുവാനോ സാധ്യമല്ല. ആയതുകൊണ്ട് ഈ വലിയ നോമ്പിൻ്റെ അവസാന മണിക്കൂറിൽ എല്ലാം കാണുന്നവനും എല്ലാം മനസ്സിലാക്കുന്നവനുമാണ് നമ്മുടെ ദൈവം. ആയതുകൊണ്ട് നമ്മൾ സറണ്ടർ ചെയ്യുവാൻ, നമ്മൾ കീഴടങ്ങാൻ തയ്യാറാകാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. വലിയ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറിൽ നമുക്ക് നമ്മുടെ ദൈവത്തോട് ഐക്യപ്പെടാം. അനുരഞ്ജനത്തിനായി നമ്മുടെ ശരീരം, മനസ്സ്, ഹൃദയം എല്ലാം ഒരുക്കാം. കർത്താവെ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.